ബാക്ക് ടു സോൾട്ട് ആൻഡ് ചില്ലീസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ ബ്രോസ്റ്റ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു പേക്ക് തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ച തൈരിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. മസാല ഒക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈരിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങയുടെ നീര് ഇവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തൈരിൽ നിന്ന് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല ഒക്കെ നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ മസാല ഒക്കെ നല്ലപോലെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം 3 മണിക്കൂറായിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ട ഫ്ലോറൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറുമാണ്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോർ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ 2 പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്ലോറിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഈ ചിക്കന് മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് കോട്ടിങ്ങിന് നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് നോർമൽ വാട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്ത് വെച്ച ചിക്കന് ഒരു 2 സെക്കൻഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. അധികം നേരം ഡിപ്പ് ചെയ്ത് വെക്കരുത്. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ വശത്തും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് ഫ്ലോർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. ഈ സ്റ്റെപ്പ് നമ്മൾ ഫ്രൈ ആക്കണതിൻ്റെ തൊട്ട് മുന്നേ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പകുതി ചിക്കൻ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം നമുക്ക് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. ചിക്കൻ്റെ ഉള്ളാണെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല.
അപ്പം നമ്മൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ ബ്രോസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.